ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഒരുക്കും സ്വാഗതം. 3 സിനിമകളുടെ ബോക്സ് ഓഫീസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അമരൻ ശിവകാർത്തികേയന്റെ കരിയറിലെ തന്നെ റെക്കോർഡ് വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്ത സിനിമയാണല്ലോ. ചിത്രം 25 ദിവസങ്ങൾ തിയേറ്ററുകളിൽ പിന്നിടുമ്പോൾ 316 കോടിയിലേക്ക് സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് എത്തപ്പെട്ടിരിക്കുകയാണ്. അതിൽ 239 കോടി ഗ്രോസ് കളക്ഷനും ഇന്ത്യയിൽ നിന്ന് സിനിമ നേടിയെടുത്തതാണ്. തമിഴ്നാട് ഫൈനൽ കളക്ഷൻ 150 കോടി ലക്ഷ്യമിട്ട് സിനിമ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. വമ്പൻ കളക്ഷൻ നേടിയെടുത്ത സിനിമ ഏറെക്കുറെ ഫൈനൽ റണ്ണിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. ഹലോ മമ്മി കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം പോസിറ്റീവ് ലഭ്യമായ സിനിമകളിൽ ഒന്നാണല്ലോ. മികച്ച എന്റർടൈനർ സിനിമ എന്നൊരു അഭിപ്രായം നേടിയെടുത്ത ഈ ഹൊറർ ഫാന്റസി എന്റർടൈനർ സിനിമയുടെ ബോക്സ് ഓഫീസ് ഉൾപ്പെടെയുള്ള റിപ്പോർട്ടുകൾ നമ്മുടെ രണ്ടാമത്തെ ചാനലിലൂടെ നിരന്തരം പ്രേക്ഷകരെ അറിയിച്ചു കഴിഞ്ഞതാണ്. ഇവിടെയും ഒരുപാട് പ്രേക്ഷകർ മമ്മിയുടെ കളക്ഷൻ ചോദിക്കുന്നത് കൊണ്ട് ഇന്നത്തെ കളക്ഷൻ ഇവിടെയാണ് അറിയിക്കുന്നത്. 5ാം ദിവസത്തെ കേരള ട്രാക്കിങ്ങിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ ഇതേ സമയം 30 ലക്ഷത്തിന് മുകളിൽ കേരള ട്രാക്കിംഗ് ഗ്രോസ് ഉണ്ടായിരുന്ന സിനിമയ്ക്ക് ഇന്ന് 11 ലക്ഷത്തിന് മുകളിലാണ് കേരള ട്രാക്കിംഗ് ഗ്രോസ്. ആദ്യ 4 ദിവസങ്ങൾ കൊണ്ട് 1,60,00,000-ലേറെ കേരള ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത സിനിമയ്ക്ക് ഇന്നത്തെ കളക്ഷനോടെ 1,80,00,000-ന് മുകളിൽ കേരള ഗ്രോസ് കളക്ഷൻ വരും. നാളെയോടെ 2 കോടി കളക്ഷൻ കേരളത്തിൽ ഉറപ്പാക്കിയ സിനിമ ലോകമെമ്പാടുമായി എത്ര കളക്ഷൻ നേടിയെടുത്തു എന്നൊരു റിപ്പോർട്ട് വന്നിട്ടില്ല. അപ്പോൾ ആകെ മൊത്തത്തിൽ ഡീസന്റ് തുടക്കം സിനിമ ബോക്സ് ഓഫീസിൽ നേടിയെടുത്തിരിക്കുകയാണ്. 2024 എന്ന ഈ വർഷത്തിലെ ഏറ്റവും മികച്ച തമിഴ് സിനിമകളിൽ ഒന്നാണല്ലോ വിജയ് സേതുപതി നായകനെത്തിയ മഹാരാജ. ഇന്നലെ പ്രേക്ഷകരെ അറിയിച്ചതുപോലെ 100 കോടിയിലേറെ വേൾഡ് വൈഡ് ഗ്രോസ് നേടിയെടുത്ത മഹാരാജയുടെ ബോക്സ് ഓഫീസ് റൺ ഇനിയും അവസാനിച്ചിട്ടില്ല. ചിത്രം ഈ ആഴ്ച നവംബർ 29-ന് ചൈനയിൽ റിലീസ് ചെയ്യുകയാണ്. ഒരു ഇന്ത്യൻ സിനിമയുടെ റെക്കോർഡ് സ്ക്രീൻ കൗണ്ടിൽ 40,000-ൽ പരം സ്ക്രീൻ കൗണ്ടിലാണ് ചൈനയിലെ സിനിമ റിലീസിനായിട്ട് ഒരുങ്ങുന്നത്. കഴിഞ്ഞ ആഴ്ച സിനിമയുടെ പ്രിവ്യൂ ഷോ നടന്നിരുന്നു. സിനിമയുടെ പ്രിവ്യൂ ഷോ കളക്ഷൻ മാത്രം 2 കോടി പിന്നിട്ടിരിക്കുന്നു എന്നൊരു വമ്പൻ വാർത്തയാണ് വന്നിരിക്കുന്നത്. വെറും 10,000-ൽ താഴെ സ്ക്രീനുകളിൽ റിലീസ് ചെയ്ത തെങ്കലെല്ലാം തന്നെ 1000 കോടിയിലേറെ ചൈനയിലെ കളക്ഷൻ നേടിയെടുക്കുമ്പോൾ മഹാരാജയെല്ലാം തന്നെ എത്രത്തോളം കളക്ഷൻ നേടിയെടുക്കും, 1000 കോടി കളക്ഷൻ നേടിയെടുക്കുമോ എന്നൊക്കെയാണ് സിനിമാ ലോകം ഉറ്റുനോക്കുന്നത്. എന്തായാലും മഹാരാജയുടെ ചൈന കളക്ഷൻ ഈ വീക്കെൻഡ് മുതൽ അറിയാനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.